ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പുകൾ ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്നുള്ളത് പറഞ്ഞ് പഴകിയ ഒരു ക്ലീഷേ സാധനമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന എത്ര മന്ത്രിമാർ വീണ്ടും ജയിച്ച് കയറി എന്നുള്ളത് ഒരു ഒരു വിലയിരുത്തലും ഒരു കൂടെ. വിലയിരുത്തലാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടി അമ്മ പരാജയപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ഏതൊക്കെ മന്ത്രിമാർ അടുത്ത തവണ എം.എൽ.എമാരായിട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പിണറായി സർക്കാർ തന്നെ ഉണ്ടെന്ന് കരുതട്ടെ, അവർ തുടർച്ചയുണ്ടാക്കും എന്ന് ചേട്ടന് ഏതൊക്കെയാണ് തോന്നുന്നത്? തുടർച്ച ഉണ്ടാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ആരൊക്കെ ഇല്ലാതിരിക്കും എന്ന് പറയുന്നതാണ് എളുപ്പം. ആരൊക്കെ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യം പോലും പരിങ്ങലിലാവും. അദ്ദേഹം ഇനി ധർമ്മടത്താണോ മത്സരിക്കുന്നതിന് എവിടെയാണെന്ന് അറിയില്ല. എന്നാലും അദ്ദേഹം ജയിക്കുന്നത് ഇത്ര വലിയ ഭൂരിപക്ഷമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലൊക്കെ എണ്ണം പറഞ്ഞ വർധനവൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കണ്ണൂരായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടേക്കാം. രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആദ്യത്തെ മന്ത്രി വീണ ജോർജ് ആയിരിക്കും. കാര്യം അവിടെ ആറന്മുളയിൽ ഇനി ആരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും വീണ ജോർജിന്റെ ജയത്തിനെയും തോൽവിയെയും നിശ്ചയിക്കുന്നത്. അല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന്റെ പ്രചരണം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തോൽവി ഉറപ്പിച്ച സീറ്റായിരുന്നു. അതെ. പക്ഷേ എം.വി. ഗോവിന്ദൻ അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ ആ പ്രചരണമൊക്കെ വലിയ രീതിയിൽ ഏറ്റെടുത്ത് പാർട്ടി വലിയ രീതിയിൽ ഇറങ്ങി കളിച്ചതുകൊണ്ടാണ് അവിടെ ജയിച്ചു വരാൻ പറ്റിയത്. പിന്നെ ശിവദാസൻ നായരുടെ സ്ഥാനാർത്ഥിത്വം. അതെ. രണ്ടാമത്തെ കാര്യം എന്തറിയാമോ, അവിടെയുള്ള പാർട്ടിക്കാർക്ക് ഇനിയുള്ള ഇങ്ങനെയുള്ള ഒന്നിനെയും കെട്ടി ഇറക്കരുത് എന്ന് അവർ തലയെ കൈവച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇനി വീണ എന്നവിടെ സ്ഥാനാർത്ഥിയാക്കരുത്. ഉദയഭാനുവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. ഉദയഭാനുവിനെ ആക്കിയാലും നവീൻ ബാബുവിന്റെ മരണം പത്തനംതിട്ട ജില്ലയെ വല്ലാതെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ മന്ത്രി വീണ ജോർജ്, സാധ്യത നഷ്ടപ്പെടുന്ന ഒരു മന്ത്രി വീണ ജോർജ്. രണ്ടാമത് നമുക്ക് എടുത്തു പറയേണ്ടത് എം.പി. രാജേഷ്. എം.പി. രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയെ ഇപ്പോൾ എന്തുകൊണ്ട് പാലക്കാട് നിന്ന്, പണ്ടൊക്കെ എം.പി. രാജേഷൊക്കെ SFI നേതാവായിരിക്കുമ്പോഴും DYFI നേതാവായിരിക്കുമ്പോഴും വളരെ പ്രതീക്ഷയുള്ളൊരു നേതാവായിരുന്നു, യുവ നേതാവെന്ന രീതിയിൽ. എം.പി. രാജേഷിൻ്റെ ജയവും വളരെ ഒരു പരിങ്ങലിലാകാനാണ് സാധ്യത. കാര്യം ഒയാസിസ് എന്ന് പറയുന്ന മദ്യ കമ്പനിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയർ എഴുതി കൊടുത്തോ എന്നൊരു സംശയം പോലും ഉണ്ടാകത്തക്ക രീതിയിലാണ് പോകുന്നത്. പാലക്കാട് ഈ പറയുന്ന ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം തന്നെയും എം.പി. രാജേഷിന് വൻ അവമതിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എം.പി. രാജേഷ് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഒന്നാമത് പാലക്കാട് പാർട്ടി 7 കീറാറ്റ് നിൽക്കുക. അപ്പോൾ എം.പി. രാജേഷിൻ്റെ കാര്യവും പരിങ്ങലിലാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത മറ്റൊരു സി പി എം മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അമ്മാവൻ്റെ ഒറ്റ ഇതിലാണ് ഈ ബേപ്പൂര് അമ്മായിയപ്പൻ്റെ അതെ അമ്മായിയപ്പൻ്റെ ഒറ്റ കെയർ ഓഫിലാണ് ഈ പറയുന്ന പോലെ ബേപ്പൂര് അദ്ദേഹം ജയിച്ചത്. അന്ന് ഈ പറയുന്ന പോലെ N ബ്ലോക്ക് വോട്ട് CPM അല്ലെങ്കിൽ LDF കിട്ടിയൊരു സമയമാണ്. കാര്യം ന്യൂനപക്ഷത്തിന് ഒരു രക്ഷകൻ വരുന്നു, അത് പിണറായി എന്ന രീതിയിലൊക്കെ ഒരു ടാഗായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മലബാറിൽ അവിടെ തിരിച്ചു കുത്താനാണ് സാധ്യത. കാര്യം മലബാറിലെ ഒരു ദേശക്കാരൻ മൊത്തത്തിൽ പിണറായി വിജയൻ കുറ്റം പറഞ്ഞ, അല്ല, കേരളത്തിൽ മുഴുവൻ ദേശീയപാത നിർമ്മിച്ച മന്ത്രിക്ക് തുടർച്ച കിട്ടില്ലെന്നാണ് ഈ പറയുന്നത്. ഒരിക്കലും കിട്ടില്ല. കാര്യം ഈ കണ്ട മണ്ടത്തരങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയാൽ ഒരാൾ അയാൾ തന്നെയാണ്. അപ്പോൾ റിയാസിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം വരും. പിന്നെ ബാലഗോപാലിൻ്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. ബാലഗോപാൽ കൊട്ടാരക്കര കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചെങ്കിലും ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഒരു ഐഷ പോറ്റിയൊക്കെ സ്ഥാനാർത്ഥിയാക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിലും ബാലഗോപാലിൻ്റെ വിഷയവും കടുത്ത പരിങ്ങലിലേക്ക് പോകാനുള്ള കൂട്ടത്തിൽ ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ഒരു മന്ത്രി അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യം പരിങ്ങലാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം കൊട്ടാരക്കര എന്ന് എപ്പോഴും ഒരുപോലെ കാറ്റ് വീശണമെന്നില്ല. അത് വേറൊരു വശമാണ്. കാര്യം കൊല്ലം ജില്ല, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇങ്ങനെ ഈ 3 ജില്ലയിലെ സീറ്റിൻ്റെ അനുസരിച്ചായിരിക്കും ഒരു മുന്നണിയുടെ ഭരണം നിശ്ചയിക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ കടുത്ത വിഭാഗീയത പാർട്ടിക്കകത്ത് നിൽക്കുന്നുണ്ട്. അതൊരു വിഷയം. അവിടെ BJP ഒക്കെ കായംകുളത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. 2 തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവ്, നേമത്ത് ഇവിടെയൊക്കെ BJP സ്ട്രോങ് ആണ്. കോൺഗ്രസ് അല്ല, BJP. അങ്ങനെ വരുമ്പോൾ കൊല്ലത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് M മുകേഷ് ഇനി സ്ഥാനാർത്ഥിയല്ല. അവിടെ ആരെ നിർത്തും? M മുകേഷിന് വരെ ഇനി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. ഷിബു ബേബി ജോണിനെ പിടിച്ചോണ്ടിരിക്കണമെന്ന് പറയുന്നു. വരൂ നിൽക്കുക, നിങ്ങളെ മന്ത്രിയാക്കാന്നൊക്കെ. അത് കഴിയുമ്പം കൊല്ലത്ത് ഈ കൊട്ടാരക്കര എന്നൊക്കെ പറയുന്ന വേറൊരു കൾച്ചറാണ്. കൊട്ടാരക്കര വേറൊരു ഭാഗമാണ്. കൊല്ലം പ്രോപ്പർ കൊല്ലമല്ല വരുന്നത്. MC റോഡ് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ നായർ റോട്ടൊരു നിർണായക ഘടകം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഈസി വാക്ക് ഓവർ ബാലഗോപാലിന് കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ മറ്റൊരു മന്ത്രി ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഈസി ആയിട്ട് ശിവൻകുട്ടി ചിലപ്പോൾ ജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാര്യം നേമത്ത് നല്ലൊരു ഇത് നടക്കുമെങ്കിലും ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു CPM കാരൻ ശിവൻകുട്ടിയെ, ഒരു പാർട്ടിയിലുള്ള കുറേ പേർക്ക് ശിവൻകുട്ടിയോട് താല്പര്യമുണ്ട്. പിന്നെ മുസ്ലിം വോട്ട് ശിവൻകുട്ടിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ശിവൻകുട്ടിക്ക് മുസ്ലിം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതൊന്നും പ്രശ്നമില്ലെന്ന് പറയുന്നു. അദ്ദേഹമല്ല, ആര്യ രാജേന്ദ്രനൊക്കെ ആണെങ്കിൽ തോറ്റു പോകും. ആര്യ രാജേന്ദ്രനൊക്കെ ഉറപ്പായിട്ട് തോക്കും.
പിന്നെ നമുക്ക് മന്ത്രിസഭയിൽ വേറെ പറയാനായിട്ട് ഇപ്പൊ ആലപ്പുഴയിൽ ഏക മന്ത്രി സജി ചെറിയാൻ. അതെ, അദ്ദേഹം ജയിക്കൂ? ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്ന മണ്ഡലം ഈ സാമുദായികമായിട്ട് വലിയ വേർതിരിക്കപ്പെട്ടു പോയി. ഇപ്പൊ PC വിഷ്ണുനാഥ് അവിടെ മത്സരിച്ച ആ സമയത്തുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതെ അതെ അതെ. അവിടെ ഈ വീണ ജോർജ് എങ്ങനെയാണോ ആറന്മുളയിൽ ജയിച്ചു കയറിയത്, സമാനമായ ഒരു സാമുദായിക സാഹചര്യം സജി ചെറിയാൻ അനുകൂലമായിട്ട് ചെങ്ങന്നൂരിൽ ഇപ്പോഴുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ മൊത്തത്തിൽ അങ്ങ് ക്യാൻവാസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് സജി ചെറിയാൻ പോയി. പിന്നെ അത് മാത്രമല്ല, അവിടെ സജി ചെറിയാൻ എതിർ നിൽക്കാനായിട്ട് ആരാണ് സ്ഥാനാർത്ഥി, അവിടെ പറയത്തക്ക ഒരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്നുള്ളതാണ് ചെങ്ങന്നൂര്. ഈ വിഷ്ണുനാഥായിട്ട് തൊലച്ചു. അതെ, അല്ലെ? എന്നിട്ട് നല്ലൊരു അടിത്തറ ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇപ്പൊ കുണ്ടറയിൽ വന്ന് നിൽക്കുകയും ചെയ്തു. ഇനി കുണ്ടറയിൽ അവൻ അങ്ങനെ ജയിക്കുകയും ചെയ്യും, വിഷ്ണുനാഥ് ജയിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വാസവന്റെ കാര്യം പറയേണ്ടി വരും. ഏറ്റുമാനൂര് വാസവൻ ഒരു ഭയങ്കര ഇതായിട്ട് വരും. കാര്യം വാസവൻ അവിടെ നല്ലൊരു മത്സരം, കടുത്ത മത്സരം കാഴ്ചവെക്കേണ്ടി വരും. കാര്യം വാസവന് അമ്പലങ്ങളുമായി അടുപ്പമുള്ളൊരു CPM നേതാവാണ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശബരിമല വിഷയമൊക്കെ വാസവനെ വല്ലാതെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു എണ്ണം പറഞ്ഞ ഒരു 5ഓളം മന്ത്രിമാർ, 5-6 മന്ത്രിമാർക്കെങ്കിലും വീട്ടിയിരിക്കേണ്ട അവസ്ഥയുണ്ടാവും. പിന്നെ GR അനിൽ CPIയുടെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം നെടുമങ്ങാട് നിന്ന് ജയിച്ച ഒരു മന്ത്രിയാണ് GR അനിൽ. അദ്ദേഹം ഇനി ജയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയണം. കാര്യം ഈ പറയുന്ന സപ്ലൈകോ CPIയുടെ മന്ത്രിമാർ പൊതുവെ ഒരു രണ്ടാം നിര മന്ത്രിമാരായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷെ അവരൊന്നും അങ്ങനെ, ഇപ്പൊ രാജനൊക്കെ ചിലപ്പോൾ ജയിക്കുമായിരിക്കും. രാജൻ ജയിക്കും, രാജനൊന്നും വിഷയം. പ്രസാദിനും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചിഞ്ചുറാണിയുടെ കാര്യം എനിക്കറിയില്ല. ചിഞ്ചുറാണി എങ്ങനെ ഇപ്പം KB ഗണേഷ് കുമാറും ജയിക്കും. അതിൽ ജയിക്കും. KB ഗണേഷ് കുമാറിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം KB ഗണേഷ് കുമാർ അല്ലാതെ വേറെ ആരും അവിടെ നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. ഒരൊറ്റ ഘടകകക്ഷി മന്ത്രി എന്ന നിലയിലുള്ള പെർഫോമൻസ് കൊണ്ടല്ല, അവിടെ ജനങ്ങളെ മൊത്തം കയ്യിലെടുത്ത്. അതെ, പത്തനാപുരത്ത് അവിടെ ഇനി ജ്യോതികുമാർ ചാമക്കാല ഇനി എത്ര കൊല്ലം താമസിച്ച് പണിയെടുത്താലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 6 മന്ത്രിമാരുടെ തോൽവി മണക്കുന്നുണ്ട്. CPMന്റെ തന്നെ 3-4 മന്ത്രിമാർ തോക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം അതൊരു സർക്കാരിന് ഒരു മാർക്കിടുന്ന ഒരു പരിപാടിയാണത്. ആ ഒരു സർക്കാരിന് മാർക്കിടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള തോൽവി ഉണ്ടാവുകയാണെങ്കിൽ അത് MP രാജേഷിൻ്റെ തോൽവി, വീണ ജോർജിൻ്റെ തോൽവി. ഇത് രണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തോൽവിയായിരിക്കും. ഇവർ രണ്ടുപേരും അത്ര കണ്ട് പേരുദോഷം. പിന്നെ P രാജീവ് ഇപ്രാവശ്യം ഇവിടുന്ന് ജയിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കളമശ്ശേരിയിൽ DCC പ്രസിഡന്റാണ് മത്സരിക്കാൻ പോകുന്നത്, ഷിയാസ്. പ്രത്യേകിച്ച് എറണാകുളം. P രാജീവിൻ്റെ തോൽവിയും ചിലപ്പം പറയാനൊക്കില്ല. കാര്യം P രാജീവ് മന്ത്രി എന്ന രീതിയിൽ കളമശ്ശേരിയിൽ എറണാകുളത്തെ ഒരു പാർട്ടി പ്രതിനിധിയാണ്, ശരിയാണ്. പക്ഷേ P രാജീവിൻ്റെ ജയവും അത്ര കണ്ട് ഈസി ആയിരിക്കില്ല. കാര്യം അദ്ദേഹം നല്ല ഈ ഷിയാസ് നല്ല പേരെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് എറണാകുളത്തെ മണ്ണിൽ വളരെ വേരോട്ടമുള്ളതാണ്. അതുകൊണ്ട് വളരെ പാടായിരിക്കും P രാജീവിന്റെ ജയവും എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ കളമശ്ശേരി മുമ്പ് ലീഗ് മത്സരിച്ചിരുന്നതാണ്. ലീഗിന് ഇനിയിപ്പോൾ മാറിക്കൊടുക്കും. ലീഗ് മാറി ഇവിടെ നിന്ന് ഇനി വേറെ ഒരു മണ്ഡലത്തിലേക്ക് പോയിട്ട് ഷിയാസിന് വേണ്ടി ഒരു സേഫായൊരു സ്ഥലം നിർത്തും. കാര്യം അത്ര കണ്ട് അദ്ദേഹം പേരെടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. അതുകൊണ്ട് ഷിയാസിന് ഇവിടെ നിന്ന് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാജീവ് തോൽക്കുകയും ചെയ്യുമെന്ന് തന്നെ കരുതാം. കാര്യം എറണാകുളത്തെ മണ്ണ് അങ്ങനെയാണല്ലോ. എറണാകുളം എന്ന് പറയുന്ന കോൺഗ്രസിന് വളരെ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 4-5 പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 19 മന്ത്രിമാരിൽ CPMന്റെ മന്ത്രിമാരിൽ തന്നെ 5ഓളം പേർക്ക് അത്ര കണ്ട് ഈസി ആയിട്ട് ജയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കാത്തിരിക്കാം എന്താകും എന്നുള്ളത്. എന്തായാലും വീണ ജോർജ്, MP രാജേഷ്, ഈ പറയുന്ന P രാജീവ് തുടങ്ങിയവരുടെ പേരുകൾ ഇപ്പോഴേ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം.